അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ റൂം ടൂർ ആണ്. അപ്പം നമുക്ക് നേരെ പോവാം. അപ്പം 2 റൂമിന്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട് തംബ്നെയിലിൽ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതായത് മൈക്ക് വെച്ചെടുക്കുന്ന ഫസ്റ്റ് വീഡിയോ ആണിത് കേട്ടാ. നിങ്ങൾ മൈക്ക് വെച്ചെടുക്കുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് റൂം. അതായത് എൻ്റെ വീട് 2 നില വീടാണ്. 2 നില വീടായത് കൊണ്ട് തന്നെ 2 നിലയുണ്ട്. അപ്പം എന്താ പറയാ, അപ്പം ബേസിക്കലി ഞാൻ ഈ ഒരു ഫ്ലോറിൽ നിന്ന് ഞാൻ താഴത്തെ ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ഒരു 2017 മുതല് എന്താ പറയാ 2009 വർഷത്തോളം ഞാൻ ഈ ഒരു ഫ്ലോറിൽ ഉണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ റൂം. സോ ഈ റൂമിന്റെ അകത്ത് കയറുകയാണെങ്കിൽ ഉണ്ടോ, അതായത് ഞാൻ യൂട്യൂബില് ഫസ്റ്റ് ഇട്ട വീഡിയോ ഒരു ഷോർട്സ് വീഡിയോ ആണ്. അതായത് എൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡ്യൂഷൻ കാണിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ഇൻട്രൊഡ്യൂഷൻ കാണിച്ച വീഡിയോ ഞാൻ എടുത്തത് ഈ ഒരു ഭാഗത്തിന്. അതായത് എൻ്റെ 10ന്റെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ 10ന്റെ ബോർഡ് എക്സാം കഴിഞ്ഞ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ, എല്ലാ വർഷവും ആനുവൽ എക്സാം കഴിഞ്ഞു. അതിപ്പം 9ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാമിന്റെ ഫൈനൽ എക്സാം കാണുമല്ലോ. അപ്പൊ 6 സബ്ജക്ട് ഉണ്ടെങ്കിൽ 6ാമത്തെ സബ്ജക്ട് ചെയ്യുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഞാൻ എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് വന്ന് ലഞ്ചെല്ലാം കഴിച്ചിട്ട് ഈ റൂമിലുള്ള എല്ലാ ഫർണിച്ചറും ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ റൂം എന്താ പറയാ തുടച്ച് വലയെല്ലാം അടിച്ച് നല്ല ക്ലീൻ ആയിട്ട് തുടച്ച് ഒരു 2-3 മണിക്കൂർ ഞാൻ ഫാൻ ഇട്ട് ഉണക്കായിടും. അപ്പൊ അങ്ങനെ അത് തിരിച്ച്, അതായത് റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഫർണിച്ചർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതായത് ഫർണിച്ചർ മാറ്റാനുള്ള ആവേശമാണ്. ആ ആവേശം ഫർണിച്ചർ തിരിച്ച് വെക്കുമ്പോ കാണത്തില്ല ഒരാവേശം. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടേബിളിലാണ് ഞാൻ ഫോൺ വെച്ചോണ്ട് ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ ഇട്ട് അത് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പം എന്റെ റൂമിന്റെ ഇതാണ് എന്റെ റൂം. അപ്പോ ഇവിടെ ഇഷ്ടം പോലെ പ്ലഗ് പോയിന്റ്, ലാൻഡ് ഫോണിന്റെ കേബിൾ ആണ്. ഇതാണ് കണ്ടോ. ഇവിടെ ഈ റൂമിൽ ഇപ്പൊ ഞാൻ അധികം വരാറില്ല, കാരണം ഈ റൂമിലുള്ള എല്ലാം ഫർണിച്ചർ മാറ്റിയിട്ടുണ്ട്. ഇത് കട്ടിലാണ്. ഇവിടെ നമ്മളൊരു പുതിയ സീരീസ് ഉണ്ടല്ലോ, സ്കൂൾ ലൈഫ് സീരീസ്, അതിന്റെ ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഞാൻ അതിനൊരു ക്യാരംസ് കളിക്കാൻ സീനുണ്ട്, അതാണ്. പിന്നെ എന്താ പറയുക, ഈ ഒരു കട്ടിലുണ്ട്. പിന്നെ ഇതാണ് ടോയ്ലറ്റ്. മുകളിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതാണ്, അതായത് ഞാൻ GK വീഡിയോസ് ചെയ്തു, എല്ലാം വെള്ളിയാഴ്ച ചെയ്യും. അപ്പൊ അതിന്റെ വീഡിയോസ് ആണ്. അപ്പൊ ഇത് ബേസിക്കലി ഇത് സ്ക്രിപ്റ്റ് അല്ല. ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് ഒരു റീൽ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇത് അതായത് ഞാൻ പറയാൻ വന്നത് അതല്ല. അതായത് ഈ GK വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അത് പറയേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ റൂം. ഈ ഒരു സെൽഫ് ഉണ്ട്. ബേസിക്കലി ഞാൻ അപ്പം ഉള്ള റൂം കാണിക്കുമ്പോൾ ആ റൂമിന്റെ കാളം കുറച്ചും കൂടി വലുതാണ് ഇത്. അതായത് ഇവിടെ ഞാൻ പറയാം, ഇവിടെ ഈ ഒരു ഷെൽഫ്, ഈ ഒരു കട്ടില്, പിന്നെ അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്ക്വയർ പോലത്തെ ടേബിൾ ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തം ഒരു 3 ടേബിൾ ഉണ്ടായിരുന്നു. ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിൾ വിത്ത് സെൽഫാണ്. കണ്ടോ, ഇവിടെ നിന്ന് എനിക്ക് തൊട്ടപ്പുറത്തുള്ള വീട് കാണാം. അപ്പൊ കണ്ടോ, ഇവിടെ ഈ കലണ്ടറെല്ലാം ഉണ്ട്. ഇവിടെ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഷെൽഫാണ്. അപ്പം പറഞ്ഞു വന്നത്, ഈ ഒരു ഷെൽഫും ഈ ഒരു കട്ടിലും താഴെ കൊണ്ടുപോകാനുള്ള ഇതില്ല. പിന്നെ ഇത് യൂണിഫോം, ഇത് മറ്റേ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ പിള്ളേർ എഴുതിയതാണ്. ഇത് ഞാൻ ഇവിടെ നല്ല സൺലൈറ്റ്, ഇപ്പൊ മുകളില് അധികം വരാറില്ല. അപ്പൊ ഈ ഒരു 2 ജനൽ തുറന്നിട്ടേക്ക്, അപ്പം നല്ല വെയിലടിക്കാല്ലോ. അപ്പൊ ഇത് ഞാൻ പഠിച്ചാണ്. ഈ ഒരു വൈറ്റ് ബോർഡും പോയി കേട്ടോ, അത് എഴുതിയിട്ട് കുറെ മാസങ്ങളായി. ഈ ഒരു വൈറ്റ് ബോർഡും ആ ഒരു ഇന്ത്യന്റെ കലണ്ടറും എല്ലാം എനിക്ക് താഴോട്ട് കൊണ്ടുപോകണം. ഇത് ഞാൻ തിയേറ്ററിൽ പോപ്കോൺ കഴിക്കാൻ പോകുമ്പോ
എടുക്കണതാണ്. ഇതുപോലെ ഇനിയുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ റൂം. അപ്പം ഇവിടെ വെച്ചാണ് യൂട്യൂബ് തുടങ്ങിയത്. അതായത് ഈ ഒരു ജനലിന് തൊട്ട് ഓപ്പോസിറ്റ് കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗം, ഇത് ഉടുപ്പിട്ടേക്കുന്ന ആരൊന്നുമല്ല, ഈ ഇവിടെ വെച്ചാണ് ഞാൻ യൂട്യൂബിന്റെ ഫസ്റ്റ് വീഡിയോ എടുത്തത്. ആ ഒരു ഷോർട്സ് വീഡിയോ, ആ ഷോർട്സ് വീഡിയോ ഇപ്പൊ നമ്മുടെ ചാനലിലുണ്ട്. അതിന്റെ എന്താ പറയാ, അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഞാൻ ഇപ്പൊ ഉള്ള റൂം, അതായത് ഈ ഒരു റൂം പ്രധാനമായിട്ട് ഞാൻ കാണിച്ചത് ഇവിടെ വെച്ചാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ വന്ന വരി ഒരിക്കലും മറക്കരുത്. സോ ഇനി നമുക്ക് ഇതാണ് ഞാൻ ഇപ്പൊ ഉള്ള റൂം. ഇനി യൂട്യൂബ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ, ഇപ്പൊ നിലവിൽ യൂട്യൂബ് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും ഈ ഒരു റൂമിൽ തന്നെയാണ്. സോ നമുക്ക് ഈ റൂമിന്റെ ടൂറിലേക്ക് പോകാം. അപ്പം ഇതായിരുന്നു. അപ്പം ഈ ഒരു റൂമിലേക്ക് പോവാം. ഇവിടെ കോച്ച് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ മറ്റേ ഡോറ് തുറക്കുന്ന ഏരിയ കാണിച്ചില്ലേ, അവിടെ വെച്ച് പറയാൻ മറന്നു പോയതാണ്. അവിടെയാണ് നമ്മൾ കോച്ച് സ്റ്റാൻഡ് വെച്ചിരുന്നത്. പിന്നെ ഇവിടെയാണ് ഇപ്പൊ കിടക്കുന്നത്. ആ ഒരു മുകളിൽ കിടന്ന കട്ടിലെ മെത്തയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് 2 മെത്ത, അതായത് ഡബിൾ കോട്ട് മെത്ത ഇടേണ്ട ഒരു കട്ടിലാണ് അത്. പക്ഷെ ഇപ്പം അവിടുത്തെ മേലത്തെ മെത്ത അതോടെ എടുത്തോണ്ട് വന്നു. ഇവിടെ ബുക്കുണ്ട്, ഈ ഒരു ഷെൽഫുണ്ട്. ഇത് 3 ഇത് എന്റെ കുറച്ച് ഫാക് കളക്ഷൻസ് ആണ്. അതായത് ഇതുപോലത്തെ കുറെ KC കളക്ഷൻസ് എനിക്കുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. ഇത് എന്താ പറയാ, ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ്. ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് മൈക്ക്. ആ ഒരു മൈക്ക് വെച്ചാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം വരെ ഞാൻ എന്താ പറയാ, അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ അൺബോക്സിങ് ചെയ്ത് കാണും, അല്ലെങ്കിൽ എന്താ പറയാ, അടുത്ത പാർട്ടായിരിക്കും ഞാൻ അൺബോക്സിങ് ചെയ്യുക. ഈ റൂമിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ മുകളിൽ എന്റെ റൂമിനേക്കാളും കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റൂമില് ഉണ്ടായിരുന്ന എല്ലാ സാധനവും എനിക്ക് ഈ ഒരു റൂമില് വെച്ചിട്ടില്ല. പറ്റുന്നത്ര വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ച് ഇതുണ്ട്. ഞാൻ മുകളിലായ സമയത്ത് ഞാൻ കമ്പ്യൂട്ടറിലാണ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. കണ്ട് ഇതാണ് ആ ടേബിൾ. ഇതാണ് ഒരു ടേബിള്. ഇതാണ് ഞാൻ മറ്റേ പറഞ്ഞ സ്ക്വയർ ടേബിള്. പിന്നെ ഒരു സെൽഫും ടേബിളും ഉണ്ടായിരുന്നുണ്ട്. അത് പക്ഷെ തടി കൊള്ളായതുകൊണ്ട് അത് എന്താ പറയാ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനകത്ത് അത് ഫുള്ള് പൊടിഞ്ഞു പോയി. അത് പിന്നെ ടെറസിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് അലമാര, ഇത് ഡ്രസ്, ഇതാണ് ജനൽ. കണ്ടോ, ഇത് കട്ടില്, അല്ലാതെ കലണ്ടർ ഉണ്ട്. ഇത് മറ്റേ ബോട്ടാണ്, അതായത് മറ്റേ ബോട്ടില്ലേ മാറ്റ് പോലെ, ആ ഒരു മാറ്റാണ് ഇത്. കണ്ടോ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം വെക്കുന്ന പോലെ ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയാ, സാധനം ഇങ്ങനെ വെക്കാൻ പറ്റി. ഇതുപോലത്തെ KC കളക്ഷൻസ് എല്ലാം എനിക്കുണ്ട് കേട്ടോ. അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. കണ്ടോ, ഇത് ഷെൽഫാണ്. ഇതുപോലത്തെ ഒരു ഷെൽഫും കൂടി ഉണ്ട്, പക്ഷെ എല്ലാം ഇവിടെ വെക്കാൻ സ്ഥലമില്ല. എല്ലാം വെക്കാൻ ഇവിടെ സ്ഥലമില്ല. അതാണ് ടോയ്ലറ്റ്. അതാണ് ആ നീല ഡോറുള്ളതാണ് ടോയ്ലറ്റ്. ഇവിടെ കോക്കുണ്ട്. പിന്നെ ഇതൊക്കെ ഗൾഫിലേക്കും വേറെ പല സ്ഥലത്തേക്കും പോയ പെട്ടികളാണ്. ഇത് ലാപ്ടോപ്പ്. ഞാൻ ഇപ്പം പണ്ട് മുകളിലാണ് സമയത്ത് മുകളിൽ കമ്പ്യൂട്ടറുണ്ട്. ആ ഒരു കമ്പ്യൂട്ടർ ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്ക് വീഡിയോസ് ഞാൻ ഫോർമലിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫോർമലി അപ്ലോഡ് ചെയ്ത് അതിന് തംബ്നെയിലെല്ലാം ഡിസൈൻ ചെയ്ത് തംബ്നെയിലെല്ലാം എഡിറ്റ് ചെയ്ത് കയറ്റുന്നത് ഇവിടെ തന്നെയാണ്. കണ്ടോ, ഇത് ബേസിക്കലി ഒരു മിനി ഓഫീസ് സെറ്റപ്പ് ആണ്. അതായത് നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ എന്താ പറയാ, അവിടെ ഓഫീസ് ബെല്ല് ആണ്. കണ്ടോ, നിങ്ങൾക്ക് മൈക്കിൽ കൂടെ സൗണ്ട് കേൾക്കുമെന്ന് അറിയത്തില്ല. എന്താ ഇവിടെ പേനൊക്കെ ആയതുകൊണ്ട്. ഇത് സ്മാർട്ട് വാച്ച് ആണ്. ഇത് കോക്ക് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഓഫീസിലുള്ള യൂസ് ചെയ്യുന്ന സ്റ്റാമ്പാണ്. ഇത് കോക്കാണ്. പിന്നെ ഇത് ഡോയാണ് കേട്ടോ. ഈ ഡോയ്ക്കകത്ത് ബുക്കുണ്ട്. ഇനി ഡിഗ്രിക്ക് ആവശ്യമുള്ള ബുക്കാണ്. ബാക്കിയെല്ലാ ബുക്കും ചോദിച്ച പിള്ളേർക്കും അവിടുത്തെ ചോദിച്ചവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡോയാണ്. ഇതിനകത്തും എന്റെ KC കളക്ഷൻസ് ആണ്. അത് ഞാൻ പറയും. അതിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം. അങ്ങനെ KC ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. അതായത് മുകളിലത്തെ റൂമിന് ഇവിടെ തീരെ സ്ഥലം കുറവാണ്.
അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ജനൽ പറഞ്ഞാണ് ഇവിടെ ഈ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന പോർഷൻ കണ്ട, ഈ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന പോർഷൻ ആണ് പ്രശ്നം. അതായത് ഇവിടെ ഈ വീട് കൺസിഡർ ചെയ്ത സമയത്ത് ആ ഒരു ട്രയാങ്കിൾ പോലത്തെ പോർഷൻ വന്നതാണ്. അത് പിന്നെ നമ്മളിപ്പോ പുറത്തു പോയിട്ട് വരുമ്പോ സാധനം തക്കാളിത്തേക്ക് അവിടെ സാധനം വെക്കണമെങ്കിൽ അപ്പൊ തക്കാളിത്തേക്ക് നമുക്ക് സാധനം വെക്കണമെങ്കിൽ നമുക്ക് അവിടെ വെക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു ബോട്ട് ഉണ്ടല്ലോ, ഈ ഒരു ബോട്ട് ഞാൻ ഇവിടെ ഇട്ടിരുന്നതാണ്. പക്ഷെ ഇവിടെ അതായത് ഇവിടെ ഇങ്ങനെ വളവ് പറഞ്ഞുകൊണ്ട് പണ്ട് ഞാൻ കട്ടിൽ ഇങ്ങനെയാണ് ഇട്ടത്. ഈ ഒരു കട്ടിൽ ഇങ്ങനെ ഇട്ട സമയത്ത് ഇവിടെ എന്താ പറയുക, ഇവിടെ എനിക്ക് ഈ ഒരു സ്ക്വയർ ടേബിൾ വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇത് അതിനകത്ത് ഡസ്സാണ് കേട്ടോ, ഇതിലും ഡസ്സാണ്. കണ്ടോ, നിങ്ങൾ ഇത് കണ്ടോ, എത്ര വീഡിയോ ചെയ്യാം. അതായത് ആ ഒരു നമ്പർ എഴുതിയിരിക്കുന്നില്ല, അത് നമ്മളുടെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് കോട്ടയം വരെ പോണ അത് ഞാൻ ആ നമ്പർ എഴുതിയിട്ടുള്ളത് ഞാൻ പെയിന്റിൽ വരച്ചത് പ്രിന്റ് എടുത്തത്. അതിന്റെ നടുക്കിരിക്കുന്നത് ഞാൻ വരച്ചത് ലാമിനേറ്റ് ചെയ്തത്. അതിന്റെ ഇവിടെ ഇരിക്കുന്നത് മറ്റേ ഇത് വന്ദേ ഭാരത് ആണ്, പക്ഷെ അതില് നവഭാരത് എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് വന്ദേ ഭാരത് ഒരു മോഡലാണ്. പിന്നെ അതായത് ഈ ഒരു ഫോട്ടോ മറ്റേ ആ പൊളിഞ്ഞു പോയ സെൽഫിൽ ഉണ്ടായിരുന്നതാണ്. അത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇതിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, കാരണം ക്രേസിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. കണ്ടു, അപ്പം ഇതാണ് ബേസിക്കലി ഇതെന്ന് പറയുന്നത്. സോ ഞാൻ ഇപ്പം ഇവിടെയാണ്. ഇനിയിപ്പം വീട്ടില് കുറച്ച് റിനോവേഷൻ വർക്കുകളെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മുകളിൽ മിക്കവാറും റെന്റിന് കൊടുക്കും. അപ്പൊ അതിനൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കണ്ടോ, പേപ്പർ വെയിറ്റ്, അതായത് ഒരു ഓഫീസിൽ ആവശ്യമുള്ള എല്ലാം. ഇത് കണ്ടോ, ഇത് ലാമ്പാണ്. ഇത് ലാമ്പ്. റൂമിന്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണ്ട, അത് ഇതാണ്. ബിക്കോസ് നമുക്കത് കാരണം മുകളിലെ ആ റൂമിന്റെ വലുതല്ല ഈ റൂം ബേസിക്കലി ചെറുതാണ്. ആൻഡ് ഇവിടെ എല്ലാം അതായത് ഇവിടെ ഏതെങ്കിലും ഒരു സാധനം മാറ്റിയാലേ വേറൊരു സാധനം വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ എന്റെ ഒരു ഇതുണ്ടായിരുന്നു, അതായത് പണ്ട് ഞാൻ ഡ്രസ് എല്ലാം അടുക്കി വെച്ചിരുന്ന സെൽഫ് ഉണ്ടായിരുന്നു, അതുണ്ട്. സോ അത് ഇനി ഇവിടെ വെക്കാൻ സ്ഥലമില്ല. കാരണം ഇവിടെ എല്ലാ ദിവസവും ഞാൻ ജനൽ തുറന്നത്, കാരണം ഇവിടെ കാരണം പ്രധാന വേർക്കുന്നുണ്ട് ഞാൻ. അത് മാത്രമല്ല ഇവിടെ എല്ലാം ഉണ്ട്. സോ റൂം ടൂറിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് തുടർന്ന് കാണാം. വീഡിയോ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം മൈ ടേസ്റ്റിയസ്റ്റ് കളക്ഷൻ, ഇതിപ്പം നിങ്ങളിപ്പോ എന്റെ റൂമിൽ വന്നിട്ട് ഫ്ലാഗ് കണ്ടു, പിന്നെ എന്താ പറയാ മറ്റേ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടു, ഈഫിൽ ടവർ കണ്ടു, ബുർജ് ഖലീഫ കണ്ടു അല്ലേ. പിന്നെ ആ ഗിഫ്റ്റിന്റെ അടുത്ത് നിങ്ങൾ ദുബായിന്റെ ബോക്സ് ശ്രദ്ധിച്ചു കാണും. ഇതൊന്നും അല്ല, ഇനിയുള്ള ഒരു ഇഷ്ടംപോലെ കേസിയസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ എന്റെ കയ്യിലുണ്ട്. ഒന്നൊരു പോപ്കോൺ ആ ഒരു ബോക്സ്, ബാക്കിയത് അവിടെ കളഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ അത് വീട്ടിൽ കൊണ്ടുവരും. അതുപോലത്തെ കേസിയസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. സോ വീഡിയോസിന് വേണ്ടി വരും. ആൻഡ് ബൈ ദ വേ, ചാനലിലെ ഇപ്പോഴത്തെ ഷെഡ്യൂളിൽ ചെറിയൊരു മാറ്റം വരാൻ ചാൻസ് കാണും. ബിക്കോസ് കോളേജ് എല്ലാം തുടങ്ങി കഴിഞ്ഞാൽ ചാനൽ ആ ഒരു ഷെഡ്യൂൾ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആൻഡ് ഈ ഒരു മൈക്ക് ഇല്ലാണ്ട് ഞാൻ ഒരു നവംബർ വരെയുള്ള ഷോർട്സ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻസ് നമ്മൾ ആ ഒരു സ്കൂൾ ലൈഫ് സീരീസ് ഇല്ലേ, അതൊക്കെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പൊ അതൊക്കെ മാക്സിമം ഞാൻ എന്റെ വോയിസ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സോ എന്താ പറയാ, ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി നമുക്ക് ഇനിയും കാണാം. ബൈ.